ധാരാളം പ്രതികൂല ചിന്തകൾ നമുക്കുണ്ടായേക്കാം. അവയെ നമ്മുടെ മനസ്സിൽ വേര് പിടിക്കാൻ അനുവദിക്കാതെ മറക്കാൻ ശീലിക്കുക. ഞാൻ നിസ്സാരനാണ്, എനിക്കൊരു കഴിവുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, നമ്മുടെ ചിന്തകളാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. സ്വത്തും പണവും ജോലിയും ഒന്നുമല്ല ഭാഗ്യം. നമ്മുടെ കണ്ണ് നിറയുമ്പോൾ തുടയ്ക്കാൻ ഓടിയെത്തുന്ന കൈകളും നമ്മുടെ കൈ വേദനിക്കുമ്പോൾ കണ്ണ് നിറയുകയും ചെയ്യുന്ന മനുഷ്യർ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. മിണ്ടാനും പറയാനും ആരുമില്ലെന്ന് തോന്നുമ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കുക. എങ്കിലും ആരോടും കെഞ്ചരുത്. എത്ര ശ്രമിച്ചാലും മായ്ക്കാൻ കഴിയാത്ത ചില ഇന്നലെകളുണ്ട്. ഓർക്കുന്തോറും മുറിവിൻ്റെ ആഴം കൂട്ടുന്ന ചില ഓർമ്മകൾ. പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും നല്ലത് സ്വയമേ അറിഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. അനുഭവങ്ങളോളം ആഴം നൽകുന്ന തിരിച്ചറിവ് മറ്റാരുടെയും വാക്കുകൾക്ക് നൽകാനാവില്ല. എത്ര ചെറിയ കാര്യമായാലും അതിലേക്ക് ഹൃദയവും മനസ്സും ആത്മാവും അർപ്പിക്കുക. അതാണ് വിജയത്തിൻ്റെ രഹസ്യം. കഷ്ടകാലം എന്ന് നിങ്ങൾ കരുതുന്ന നേരത്തിൻ്റെ മറവിൽ പലപ്പോഴും അനുഗ്രഹങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് കഷ്ടപ്പാടുകളുടെ അവസാനം നിങ്ങൾ മികച്ചവരും ശക്തരും ബുദ്ധിശാലികളുമായി മാറുന്നത്. പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നത് ബന്ധം നിലനിൽക്കാൻ അത്യാവശ്യമായ കാര്യമാണ്. ആരോഗ്യകരമായ കുടുംബ ബന്ധത്തിന് ഇത് സഹായിക്കും. ഏതൊരു ബന്ധത്തിലും പിണക്കങ്ങൾ സർവ്വസാധാരണമാണ്. പിണക്കത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പരസ്പരം ചർച്ച ചെയ്യണം. ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടണമെന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. അത് സങ്കടത്തോടെ ഉണരുവാനുള്ളതല്ല. നിങ്ങളെ ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. എല്ലാം സംഭവിക്കാൻ തീർച്ചയായും ഒരു കാരണമുണ്ടാകും. നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരുമുണ്ടാവും. അവർക്ക് അതിനുവേണ്ടി ശ്രമിക്കാനേ കഴിയൂ. വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അഭിനന്ദനങ്ങളും വിമർശനങ്ങളും സ്വീകരിക്കുക. ഒരു ചെടി വളരാൻ വെയിലും മഴയും ആവശ്യമാണ്. നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളോട് നിങ്ങൾ പ്രതികരിക്കുന്നത് എത്രത്തോളം കുറയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം കൂടുതൽ സമാധാനപരമാകും. ജീവിക്കാൻ വേണ്ടി എത്ര വേഷം കെട്ടിയാലും മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും വേഷം കെട്ടരുത്. വിശ്വാസവഞ്ചന കാണിച്ചവർക്കും ചതി അലങ്കാരമായി കാണുന്നവർക്കും മറുപടി പറയാൻ നിൽക്കരുത്. ഇനി അവർ എത്ര നന്നായി എന്ന് പറഞ്ഞാലും ഇനി ഒരു അവസരം അവർക്ക് കൊടുക്കരുത്. പരസ്പരം തമ്മിൽ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ വിവാഹ ജീവിതത്തേക്കാൾ വലിയ സ്വർഗം ഈ ഭൂമിയിലില്ല. ഒന്നിച്ച് ജീവിച്ചിട്ടും പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിവാഹത്തേക്കാൾ വലിയ ദുരന്തം വേറെയില്ല. നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ മറക്കുക. നിങ്ങളെ സന്തോഷിപ്പിച്ച നിമിഷങ്ങൾ ഓർമ്മിക്കുക. കഴിഞ്ഞുപോയ പ്രശ്നങ്ങളെല്ലാം മറക്കുക. നിങ്ങളുടെ വഴിക്കുള്ള അനുഗ്രഹങ്ങൾ മാത്രം സ്വീകരിക്കുക. ബന്ധങ്ങൾ എപ്പോഴും തണലാകണം. പകരം പൊള്ളുന്ന ചൂടാണ് തരുന്നതെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് ഉചിതം.